ജനറൽ ബോഡി വിളിച്ചുകൂട്ടി എല്ലാവർക്കും ചർച്ച ചെയ്യാനുള്ള കൃത്യമായ വേദി ഒരുക്കിയിട്ട് അത് ചർച്ച ചെയ്ത് അതിനുള്ള കൃത്യമായ പരിഹാരം കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് 23 പേജിൽ അതിലെ കാര്യങ്ങളൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്ത ആളുകളുടെ പേരാണ് ഞാൻ വായിക്കുന്നത്. ഒന്നാമത്തത് അബ്ദുൽ ഹക്ക് സുല്ലമി ആമയൂര്. അബ്ദുൽ ഹക്ക് സുല്ലമിയുടെ വീട്ടിൽ ഞാനാണ് നേർക്ക് നേരെ പോയത്. അബ്ദുൽ ഹക്ക് സുല്ലമി എന്നോട് പറഞ്ഞത് ഇതിൽ ഒന്നാമത്തെ ഒപ്പ് ഞാനിടും, അതിനുശേഷം മറ്റുള്ളവരിട്ടാൽ മതി എന്ന്. അത്ര താല്പര്യത്തിൽ അദ്ദേഹം എടുത്തു. അതുപോലെ സുഹൈർ ചുങ്കത്തറ, അബൂബക്കർ സലഫി, മുബാറക് ബിൻ ഉമർ തിരൂർക്കാട്, അതായത് ഉമർ മൗലവിന്റെ മകൻ, എം അബ്ദുള്ള സുല്ലമി, അതായത് അബ്ദുറഹ്മാൻ സലഫിയുടെ ജ്യേഷ്ഠൻ, അബ്ദുൽ ലത്തീഫ് സുല്ലമി മാറഞ്ചേരി, അബ്ദുൾ റൌഫ് നദ്വി, വി എൻ അബ്ദുൽ ഹമീദ് സുല്ലമി പാണ്ടിക്കാട്, ഷമീർ മദീനി ശ്രീമൂലനഗരം, അബ്ദുറഹ്മാൻ അൻസാരി പറപ്പൂര്, നബീൽ രണ്ടത്താണി, ബാദുഷാ ബാക്കവി, ഫളുൽ ഹക്ക് ഉമരി, അബ്ദുൽ ഖാദർ കൊണ്ടോട്ടി, അതായത് ഖാദർ ബായ്, ശിഹാബ് അടക്കര, ബഷീർ സലഫി പൂളപ്പൊയിൽ, ഷാഫി, പിന്നെ ഞാനാണ്, പിന്നെ ഷെരീഫ് കരുവാരകുണ്ട്, സാജിദ് തിരൂരങ്ങാടി, ഹാരിസ് കായക്കൊടി, നൌഫൽ സുലാഹി ഒദായി മദീന യൂണിവേഴ്സിറ്റി, അബ്ദുൽ നാസർ മദനി ചാവക്കാട്, ഷമീർ ഫാറൂഖി കുറ്റിപ്പുറം. അങ്ങനെ 36ഓളം, ഇപ്പൊ 23 പേർ മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ. ഇനി പിന്നെ 38ഓളം ആളുകൾ. അതിന് പുറമെ പല ആളുകൾക്കും ചില സാങ്കേതിക കാരണങ്ങളാൽ ഒപ്പിടാൻ കഴിയാത്തവരുണ്ട്. ഉദാഹരണമായിട്ട് ഹാരിസ് ബിൻ സലീം തുടങ്ങി ഒരുപാട് ആളുകൾ, ഒരു 10-200ഓളം നമ്മളെ ഈ പ്രസ്ഥാനത്തിൽ അറിയപ്പെട്ട പണ്ഡിതന്മാരും സംഘടനാ രംഗത്തും ആദർശ രംഗത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു 200ഓളം ആളുകൾ ഈ വിഷയത്തിൽ ഒപ്പിടാൻ തയ്യാറാണ്. കാരണം എനിക്ക് നേർക്ക് നേരെ അറിയാം, ഞാൻ അവരിൽ പലരുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ സംഗതി ഞാനാണ് ജമിയത്തുൽ ഉലമാ സെക്രട്ടറിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത്. അങ്ങനെ ഇത് കൊടുത്ത് 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം മദനി എനിക്ക് വിളിച്ചു. ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി എം മുഹമ്മദ് മദനി എന്റെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, ഈ തന്ന കത്തുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം തരാൻ വേണ്ടി CD ടവറിൽ വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അത് പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞു, മദനി ഞാൻ എന്തിനാ വരുന്നത്? ഞാനതിൽ കൊണ്ടുവന്നതെന്ന ഒരാളും അതിൽ ഒപ്പിട്ട ഒരാൾ മാത്രമാണല്ലോ. അതിൽ 38 ആളുകളും ചില സാങ്കേതിക കാരണങ്ങളാൽ ഒപ്പിടാൻ കഴിയാത്ത വേറെയും ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ കൂട്ടി ചർച്ച ചെയ്യണം എന്നാണല്ലോ അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവരെല്ലാരെയും കൂട്ടി വരണമെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് വേണ്ട, ഇയാണല്ലോ കൊടുന്നു തന്നത്, അതുകൊണ്ട് ഇജ്ജ് തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവര് പറഞ്ഞ സമയത്ത് ഞാൻ CD ടവറിൽ പോയി. CD ടവറിൽ ചെന്നപ്പോ എനിക്ക് ഗംഭീര സ്വീകരണം തന്നു. അവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ എന്നെ ഗസ്റ്റ് റൂമിൽ ഇരുത്താനൊക്കെ ശ്രമിച്ചു. ഏതായാലും ഞാൻ അവർ വരുന്നത് വരെ ഞാൻ പുറത്തന്നെ വെയിറ്റ് ചെയ്തു. അസ്സലാമു അലൈക്കും. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച എവിടെയെന്ന് എനിക്കറിയില്ല. ഏതായാലും അബ്ദുറഹ്മാൻ സലഫിന്റെ പേരായിരുന്നു വെട്ടണം എന്ന് എല്ലാവരും എന്നോട് ആവർത്തിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ മാത്രം തയ്യാറാക്കിയതല്ല ഇത് ഒരുപാട് ആളുകൾ 38ഓളം പണ്ഡിതന്മാർ കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചതുകൊണ്ട് എനിക്ക് മാത്രം വെട്ടാൻ കഴിയില്ല എന്ന് ഞാൻ തീർത്തു പറഞ്ഞു. അങ്ങനെ അതിനിടക്ക് വീണ്ടും ഞാൻ അവരോടൊക്കെ പറഞ്ഞു, അബ്ദുറഹ്മാൻ സലഫി അതിലില്ലെങ്കിൽ മൂപ്പർക്ക് ഭംഗിയായി തെളിയിച്ച് ഈ 38 ആളുകളെയും വഷളാക്കും, മൂപ്പർക്ക് രക്ഷപ്പെടുകയും ചെയ്യാം. അതിന് പുറമെ അദ്ദേഹം അതിലുണ്ട് എന്നുള്ള ഞങ്ങൾക്കൊക്കെ തെളിയിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ നിന്ന് തെളിയിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പൊ അബ്ദുറഹ്മാൻ സലഫി ചൂടായിട്ട് റോട്ടിലിറങ്ങുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നിങ്ങളെ ശൈലിയാണ് റോട്ടിലിറങ്ങി പറയല്, ഞാനിവിടെ പണ്ഡിതന്മാരെ മുമ്പിൽ തെളിയിക്കാന്നാ പറഞ്ഞത്, അതിന് ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞു. അതിനിടക്ക് അദ്ദേഹം പല രൂപത്തിലുള്ള പിന്നെ കയ്യേറ്റ ശ്രമങ്ങളും നടത്തി. 2 പ്രാവശ്യം എന്നെ അടിക്കാൻ വേണ്ടി ഒരുങ്ങി. കൈ നീട്ടി എന്റെ പല്ല് ഞാൻ അടിച്ചു കൊഴിക്കുന്നു എന്നോട് പറഞ്ഞു. അങ്ങനെ വളരെ ധിക്കാരത്തോടുകൂടി എടാ പോടാന്നുള്ള വിളികൾ മാത്രമാണ് അബ്ദുറഹ്മാൻ സലഫി അതിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചിരുന്നത്. അത് TP അത്ലഖോയ മദനി, മുഹമ്മദ് മദനി, അബ്ദുറഹ്മാൻ മദനി പാലത്ത്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗുണ്ടയായി അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന പിന്നെ സലീം ചാലിയം, അതുപോലെ തന്നെ അഹമ്മദ് അലി മദനി, ഇവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അതില് അദ്ദേഹത്തെ അനുകൂലിച്ചിരുന്നത് ഈ സലീം ചാലിയം മാത്രമായിരുന്നു. മറ്റുള്ളവരൊക്കെ അദ്ദേഹത്തെ അടക്കി ഒതുക്കാനൊക്കെ വേണ്ടി ശ്രമിച്ചിരുന്നു. ഏതായാലും ആ ചർച്ചന്റെ ഇടക്ക് ആ ചർച്ചന്റെ അവസാനത്തിൽ അത് പിന്നെ എല്ലാം അവസാനിച്ച് പിന്നെ നിസ്കരിക്കാൻ വേണ്ടി സമയമായി. ഞാൻ പുറത്തു വരുന്ന സമയത്ത് പിന്നെ ഒരു വിസക്കച്ചവടക്കാരനായ സലീം ചാലിയം, അദ്ദേഹം വലിയ മുതലാളിയാണ്. അദ്ദേഹം ശരിക്കും ഒരു 4ാംകട ഗുണ്ടനെ പോലെയായിരുന്നു എന്നോട് അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ പെരുമാറിയത്. അങ്ങനെ ഞാൻ പുറത്തു വരാൻ സമയത്ത് അദ്ദേഹം വാതില് കുറ്റിയിട്ടിട്ട് പറഞ്ഞത്, ഇനി പുറത്തിറങ്ങിയിട്ടെങ്ങാനും തൊള്ള തുറന്ന അന്നെ ഞാൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്റെ നേരക്കേണ് തല്ലാൻ വേണ്ടി വന്നു. അങ്ങനെ മുഹമ്മദ് മദനി വന്നപ്പോ അദ്ദേഹം വാതില് തുറന്നു തന്നു. ഇങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്ന് പരിപൂർണമായും ശരിക്കും ഗുണ്ടായിസായിരുന്നു അബ്ദുറഹ്മാൻ സലഫിയും അതുപോലെ തന്നെ ഈ സലീം ചാലിയം കാണിച്ചത്. അബ്ദുറഹ്മാൻ സലഫി ഞാൻ പലവട്ടം പറഞ്ഞു, ഇത് റമദാൻ മാസമല്ലേ, നിങ്ങൾക്ക് നോമ്പില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹം എല്ലാം ന്യായീകരിച്ചുകൊണ്ട് എന്നോട് വളരെ കർക്കശമായ രൂപത്തിലാണ് പെരുമാറിയത്.
അതുകൊണ്ട് തന്നെ എന്നെ മാനസികമായി അത് വല്ലാതെ തളർത്തി. നമ്മളെ പണ്ഡിതന്മാരെ കുറിച്ചുള്ള സകല മതിപ്പും എനിക്കതോടുകൂടി നഷ്ടപ്പെട്ടു. അബ്ദുറഹ്മാൻ സലഫിയെ എല്ലാ രൂപത്തിലും പിന്താങ്ങിയിരുന്നത് ആ കൂട്ടത്തിൽ ഒന്ന് നമ്മളെ സംസ്ഥാന പ്രസിഡന്റ് ടി പി അബ്ദുൽ മദനിയായിരുന്നു. എനിക്കത് പറയുന്നതിൽ ഒരു വിഷമവുമില്ല, കാരണം ഞാൻ ഒരാളെയും ചെലവിൽ ജീവിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ അത് പിന്നെ ഇവർക്കെതിരിൽ നടപടി എടുക്കണം. അതായത് അബ്ദുറഹ്മാൻ സലഫി, എന്നോട് ശരിക്കും ഗുണ്ടായിസം കാണിച്ച അബ്ദുറഹ്മാൻ സലഫിക്കും അതുപോലെ തന്നെ ഈ സലീം ചാലിയത്തിനും എതിരിൽ നടപടിയെടുത്ത് ജക്കരിയ സുലാഹിയെയും അതുപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരിയും കാണിച്ചതുപോലെ നാടുനീള ഖുറാഫികളുടെ അടക്കം കയ്യിൽ സർക്കുലർ എത്തുന്ന രൂപത്തിൽ എല്ലാ ശാഖയിലും സർക്കുലർ അയച്ച് ഇത് വഷളാക്കിയതുപോലെ ഇവരെ രണ്ടാളെയും പുറത്താക്കിയ സർക്കുലർ എല്ലാ ശാഖയ്ക്കും അയക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എ പി അബ്ദുൽ ഖാദർ മൗലവിക്കും അതുപോലെ തന്നെ മുഹമ്മദ് മദനിക്കും പ്രത്യേകം കത്തെഴുതിയിട്ടുണ്ട്. അതവർ രണ്ടാളും കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള രേഖ എന്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അബ്ദുറഹ്മാൻ സലഫിനെ ഉടൻ പുറത്താക്കി പുതിയ ഒരു സർക്കുലർ വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് പരിഗണിക്കുന്നില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് വീണ്ടും പിന്നെ അത് മറ്റുള്ള ആളുകളെ അറിയിക്കുന്ന രൂപത്തിൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എന്റെ ഈ ശ്രോതാക്കളായ മുഴുവൻ സഹോദരന്മാരോടും പറയാനുള്ളത്, അബ്ദുറഹ്മാൻ സലഫി എന്ന് പറയുന്ന മനുഷ്യൻ, സഹോദരന്മാരെ, ഞാൻ നേർക്ക് നേരെ റൂമിൽ 1.5 മണിക്കൂർ അനുഭവിച്ചതാണ്. വെറും ഗുണ്ടായിസം, അനാവശ്യമല്ലാതെ അദ്ദേഹം പറയില്ല. വെറും എടാ പോടാന്നുള്ള ഒരു നോമ്പ് നോറ്റ്, ഈ റമദാനിലെ ആദ്യ സമയത്താണ് നോമ്പ് നോറ്റുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അങ്ങനെ വളരെ മോശമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആ അബ്ദുറഹ്മാൻ സലഫിയാണ് നമ്മുടെ പ്രസ്ഥാനത്തെ കുട്ടിച്ചോറാക്കി പിളർത്താൻ വേണ്ടി ആരിൽ നിന്നോ അച്ചാരം വാങ്ങിയിട്ടുള്ളത്. എനിക്കിത് പറയാനൊരു പേടിയില്ല എന്നുള്ളത് ഞാൻ അവരോടും പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിങ്ങൾ തിരിച്ചറിയണം. അദ്ദേഹത്തെ ഏതെങ്കിലും രൂപത്തിൽ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ദുരന്തത്തിലാണ് എത്തിച്ചേർക്കുക എന്ന കാര്യം ഗൗരവത്തോടു കൂടി എടുക്കണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഞാനൊരിക്കലും ഇങ്ങനെ സംസാരിക്കുന്ന ആളല്ല, പക്ഷെ നമ്മളെ നേതാക്കന്മാരിൽ നിന്ന് ഞങ്ങളൊരു പരാതി കൊടുത്തപ്പോൾ, ഞാൻ ഈ കാര്യം അബ്ദുൽ ഹക്ക് സുല്ലമിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അബ്ദുൽ ഹക്ക് സുല്ലമി എന്നോട് പറഞ്ഞത്, ഈ ഞങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പരാതി കൊടുത്ത ആളാണ്, ഈ പരാതി കൊടുത്ത അന്നെ തന്നെ ഈ രൂപത്തിൽ അവര് വിഷമിപ്പിക്കും, അതുപോലെ തന്നെ ഗുണ്ടായിസം കാണിച്ചെങ്കിൽ ഈ പരാതിയുടെ പേരിൽ ചർച്ചക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇവരെന്താ ഞങ്ങളൊക്കെ ചെയ്യാന്ന്. എന്നിട്ട് അബ്ദുൽ ഹക്ക് സുല്ലമി പറഞ്ഞു, അതുകൊണ്ട് തന്നെ എന്റെ അടുത്തേക്ക് ആരെങ്കിലും ചർച്ചക്ക് വരികയാണെങ്കിൽ നിങ്ങൾ 2 സാക്ഷികളും കൊണ്ടുവരണം, കാരണം ഇവരൊക്കെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ പറ്റുമല്ലോ എന്ന രൂപത്തിലാണ് അവരൊക്കെ പ്രതികരിച്ചത്. അപ്പൊ ഈ രൂപത്തിൽ നമ്മളെ പണ്ഡിതന്മാരെ കുറിച്ചുള്ള മുഴുവൻ മതിപ്പ് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് അബ്ദുറഹ്മാൻ സലഫിയും സലീം ചാലിയും എന്ന മുതലാളിയും എന്നോട് ചെയ്തത്. അദ്ദേഹം അവരൊക്കെ മറ്റു പലരോടും ചെയ്യുന്നതും ആ രൂപത്തിലാണെന്ന് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം ഫിത്നക്കാരെ ശരിക്കും നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ